ഇന്ന് പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയാണ്. കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടിക്കുളങ്ങരയിലേക്ക് എത്തുന്നത്. ദേവിയുടെ ഇഷ്ടവഴിപാടായ കുട്ടിയോട്ടം ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിത്തുടങ്ങിക്കഴിഞ്ഞു. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലെത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലുമാണ്. എന്തായാലും ഭക്തലക്ഷങ്ങൾ തന്നെയാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ജില്ലയിൽ നിന്നും, ജില്ലയുടെ പുറത്തു നിന്നും, സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തലക്ഷങ്ങൾ അമ്മയെ കാണാൻ, അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി നാടിൻ്റെ മഹോത്സവമാണ്. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് നിരവധി ഭക്തർ ഈ ക്ഷേത്രസന്നിധിയിലേക്ക്, അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഇഷ്ടവഴിപാടായ കുട്ടിയോട്ടം ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങിക്കഴിഞ്ഞു. 13 കരക്കാരുടെ, ഒപ്പം തന്നെ ഈ 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലെത്താനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലുമാണ്. കരക്കാരുടെ 13 കെട്ടുകാഴ്ചകളാണ് ഇപ്പോൾ കാഴ്ചക്കണ്ടത്തിലെത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടുകാഴ്ചകൾ ഈ ഒരു ക്ഷേത്ര ഉത്സവത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. 13 ദേശത്തു നിന്നുള്ള 13 കരക്കാരുടെ 13ഓളം കെട്ടുകാഴ്ചകളാണ് ഭക്തർക്ക് പുതിയ അനുഭവം സമ്മാനിച്ചുകൊണ്ട് ഈ കാഴ്ചകണ്ടത്തിലേക്ക് എത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിഷ ദിലീപ് ചെട്ടിക്കുളങ്ങരയിൽ നിന്നും ചേരുകയാണ്. നിഷ, ഭക്തലക്ഷങ്ങൾ തന്നെയാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KP രാവിലെ മുതൽ തന്നെ ആരംഭിച്ച കുത്തിയോട്ട സമർപ്പണ വഴിപാടാണ് ക്ഷേത്രത്തിൽ ഇപ്പോഴും തുടരുന്നത്. ഉച്ചയ്ക്ക് 12 മണി വരെ കുത്തിയോട്ട സമർപ്പണ വഴിപാടുകളുണ്ടാകും. അതിനുശേഷമാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മറ്റൊരു വഴിപാടായ കെട്ടുകാഴ്ചകൾ ഓരോ കരകളിൽ നിന്നും പുറപ്പെടുന്നത്. ഇപ്പോൾ കുത്തിയോട്ട സമർപ്പണ വഴിപാടാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 10,000-കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് കയറാനായി കാത്തു നിൽക്കുന്നത്. ഫ്ലൈ ഓവർ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ, അതിനായുള്ള ഒരു കാത്തിരിപ്പാണ്. അതായത് കുറേ ദിവസങ്ങളായി 13 കരക്കാർ അവരുടെ കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ്. കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഓണാട്ടുകരയുടെ ഒരു വലിയ ഒരു വികാരം തന്നെയാണ്. ആ കെട്ടുകാഴ്ചകളൊക്കെ ഒരുക്കി ഉച്ചയ്ക്ക് ശേഷം 4:30 ആയിരിക്കും ഓരോ കരക്കാരും അവരുടെ കരയിൽ നിന്നും പുറപ്പെടുക. ദേവതയുടെ പിറന്നാളാണ് ഇന്ന്. ചെട്ടിക്കുളങ്ങരക്കാർക്ക് കുംഭഭരണി എന്ന് പറഞ്ഞാൽ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവമാണ്, ജന്മനാളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ചെട്ടിക്കുളങ്ങരക്കാരനും അന്നേ ദിവസം നാട്ടിലേക്ക് എത്തും. മാത്രമല്ല സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയി നിരവധി ആളുകൾ ഇവരുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ഈ കുറേ ദിവസങ്ങളായി ചെട്ടിക്കുളങ്ങരയും ഓണാട്ടുകര ആകെ ഒരു ഉത്സവ ലഹരിയിലായിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയ ദിവസമാണ് കുംഭഭരണി. ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കുംഭഭരണി ഉത്സവമാണ് ഇന്ന് നടക്കുന്നത്. പുലർച്ചെ 4-ന് നട തുറന്നപ്പോൾ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ്. ഇപ്പോഴും അത് തുടരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, ഈ കുംഭഭരണി ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് പുലർച്ചെ തുറന്ന നട ഇനി നാളെ മാത്രമേ അടയ്ക്കുകയുള്ളൂ. ഇന്ന് മുഴുവൻ ദേവിയുടെ നട തുറന്നിരിക്കും. കാരണം ഇന്ന് അത്രത്തോളം ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഫ്ലൈ ഓവറിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അപ്പുറം നമുക്ക് കാണാം മുത്തുക്കുടകളൊക്കെ ആയി കടന്നു വരുന്നത് ഓരോ കെട്ടുകാഴ്ചകളാണ്. കെട്ടുകാഴ്ചകൾ വാദ്യമേളങ്ങളുടെ ഒക്കെ കൂടെ എല്ലാം അകമ്പടിയോടുകൂടി കെട്ടുകാഴ്ചകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് പടിഞ്ഞാറ് നട ഒഴികെ ക്ഷേത്രത്തിൻ്റെ 3 നടകൾ വഴിയും കെട്ടുകാഴ്ചകൾ കുത്തിയോട്ടം ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. കുത്തിയോട്ട സമർപ്പണമാണ് അമ്മയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ കുത്തിയോട്ട സമർപ്പണമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ഓരോ ശിവരാത്രി നാൾ മുതലാണ് ഈ കുംഭഭരണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കുത്തിയോട്ടവും ഒപ്പം തന്നെ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണവും ഒക്കെ തുടങ്ങുന്നത് ശിവരാത്രി ദിവസം മുതലാണ്. ഇത്തവണ ശിവരാത്രി കഴിഞ്ഞ് 5 ദിവസം മാത്രമാണ് കുംഭഭരണിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കെട്ടുകാഴ്ചകളുടെയൊക്കെ നിർമ്മാണം പൂർത്തിയാക്കി. കുത്തിയോട്ടങ്ങൾ തുടങ്ങുന്നതും ഓരോ വീടുകളിലും കരകളിലുമൊക്കെ കുത്തിയോട്ട വഴിപാടുകൾ തുടങ്ങുന്നത് ശിവരാത്രി ദിവസം മുതൽ തന്നെയാണ്. അങ്ങനെ വഴിപാടുകൾ നടത്തി അത് സമർപ്പിക്കാനായിട്ട് ഇന്ന് രാവിലെ 7 മണി മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തും. ദേവിയുടെ നടയിൽ കുത്തിയോട്ട സമർപ്പണം നടത്തും. അങ്ങനെ 12 മണിയോടുകൂടി പ്രധാന ചടങ്ങുകളിലൊന്നായ കുത്തിയോട്ട സമർപ്പണം അവസാനിക്കും.
പിന്നീട് ഉച്ചപൂജയാണ്. അതിനുശേഷം 4:30 കൂടിയാണ് ഇത്തവണ കരകളിൽ നിന്നും കെട്ടുകാഴ്ചകൾ പുറപ്പെടുക. 13 കരകളുടെ 13 കെട്ടുകാഴ്ചകളുണ്ട്. 6 കുതിരകൾ, 5 തേര്, ഭീമൻ, പാഞ്ചാലി സമേതനായ ഹനുമാൻ, അങ്ങനെ 13 കെട്ടുകാഴ്ചകളായിരിക്കും ഇവിടെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുക. കാഴ്ചക്കണ്ടമൊക്കെ അതിനായി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 ക്ഷേത്രത്തിൻ്റെ 3 നടകളിലൂടെയും കുത്തിയോട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി കുത്തിയോട്ട സമർപ്പണം അവസാനിക്കും. പിന്നീടായിരിക്കും പ്രധാനപ്പെട്ട ചടങ്ങായ കെട്ടുകാഴ്ചകളുടെ വരവ് തുടങ്ങുക. എല്ലാ കെട്ടുകാഴ്ചകളും നമ്മൾ ഈ കാണുന്ന കാഴ്ചക്കണ്ടത്തിൻ്റെ ദൃശ്യമാണ്. കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്നു കഴിഞ്ഞാൽ അതിനുശേഷം ദീപാരാധന നടക്കും. പിന്നീട് പുലർച്ചയോടുകൂടിയായിരിക്കും ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി നേരിട്ട് എഴുന്നള്ളി ഈ കെട്ടുകാഴ്ചകളുടെയൊക്കെ മുന്നിലെത്തും. പുലർച്ചെയാകും ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാകാൻ. നാളെ മാത്രമേ ക്ഷേത്രത്തിലെ നട അടയ്ക്കുകയുള്ളൂ. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി തുറന്ന നട നാളെ മാത്രമായിരിക്കും അടയ്ക്കുക. ഇന്ന് മുഴുവൻ ക്ഷേത്രത്തിൽ ചടങ്ങുകളാണ്. ആ സമയം മുഴുവൻ ഭക്തലക്ഷങ്ങളായിരിക്കും ക്ഷേത്രത്തിലേക്ക്, ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് കുംഭഭരണി നാളിൽ ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുക. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്രത്തോളം ആളുകൾ, 10,000 എന്നും പറയാൻ കഴിയുകയില്ല, ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങര ഭഗവതിയെ കാണാനായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത് കുത്തിയോട്ട വഴിപാടാണ്. കുത്തിയോട്ട വഴിപാടിന്റെ സമർപ്പണം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. അതിനുശേഷമായിരിക്കും കെട്ടുകാഴ്ചകൾ ഓരോ കരകളിൽ നിന്നും പുറപ്പെടുക. KP നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തലക്ഷങ്ങളാണ് അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ച. അപ്പം വളരെ വിപുലമായ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളടക്കം ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ടോ? യെസ്, ഇന്ന് പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണിയാണ്. കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടികുളങ്ങരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഇഷ്ടവഴിപാടായ കുത്തിയോട്ടം ക്ഷേത്രത്തിലെത്തി തുടങ്ങി. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകളാണ് കാഴ്ച കണ്ടെത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ. നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.